എത്താം. എന്തായാലും തിരുവനന്തപുരത്ത് തിരക്കിട്ട ചർച്ചകൾ, അതോടൊപ്പം തന്നെ തിരക്കിട്ട നീക്കങ്ങൾ ആണ് എല്ലാ രാഷ്ട്രീയ കോണുകളിൽ നിന്നും നടക്കുന്നത്. വി അരുണാണ് വീണ്ടും ഈ ഘട്ടത്തിൽ ചേരുന്നത്. അരുൺ, ഇതാ പാർട്ടി ഓഫീസിൽ, അതായത് അരുൺ AKG സെന്ററിലാണോ? എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വി ശിവൻകുട്ടി അടക്കം കാണുന്നുണ്ട്. CPIയുടെ സംസ്ഥാന സമിതി കൂടിയായ മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിട്ട് 4 മണിക്ക് വരികയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാണോ CPIന്റെ? തീർച്ചയായിട്ടും ഒരുക്കങ്ങൾ പൂർത്തിയാണ്. നന്നായി തന്നെ പ്രവർത്തകർ രംഗത്തുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ റെഡിയാണ്. സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിക്കുമായിരിക്കും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. BJPയുടെ അക്കൌണ്ട് കൈവരുടെ നിയമത്തെ പൂട്ടിച്ചത് അങ്ങാണ്. ഇത്തവണയും ആ അക്കൌണ്ട് പൂട്ടി തന്നെ കിടക്കും. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അവിടെ വരാൻ പോകുന്നത്. സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. BJPയുടെ അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ല. ഡബിൾ പൂട്ടിട്ട് പൂട്ടിയേക്കുകയാണ്. ജില്ലയിൽ കഴിഞ്ഞ വർഷം ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടത്. കോവളത്ത് 13 സീറ്റും LDF ജയിച്ചു. ഇപ്രാവശ്യം ആ കോവളത്ത് നഷ്ടപ്പെട്ട സീറ്റും കൂടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. നിയമത്തെ ഇരട്ടത്താഴിട്ട് പൂട്ടുമെന്നാണ്. ഇരട്ടത്താഴിട്ട് പൂട്ടും, ഒന്നുമില്ല, ഒരു സംശയം വേണ്ട. ഈ സർക്കാരിന്റെ ഭാഗത്തുള്ള ഒരുക്കങ്ങളൊക്കെ സർക്കാരിന് ചെയ്യാനൊന്നുമില്ല. എല്ലാം ഇനി പ്രഖ്യാപനം വന്നൊന്നും ചെയ്യാൻ പറ്റും. എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ജനങ്ങൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ ലാസ്റ്റ് ക്യാബിനറ്റ് ആയതുകൊണ്ട് 2 മണിക്കൂർ നേരം കൂടി എല്ലാം പൂർത്തീകരിച്ചു. പൂർണ്ണ വിശ്വാസം. ജില്ല പൂർണ്ണമായി സേഫാണ്. തൂത്തുവാരും അതിന് ആ നിലയിലുള്ള ആത്മവിശ്വാസമുണ്ട്. കാരണം അല്ലാതെ ഒരു ചിന്ത വേണ്ടല്ലോ. എന്തിനും വേറെ രൂപത്തിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് എതിരായി ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ. പ്രകടനപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയല്ലോ. മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും അഴിമതി ആരോപണമുണ്ടോ? എന്തിനും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും എന്നുള്ള ഉറപ്പാണ് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും അത് ഉണ്ടാവാൻ എല്ലാ സാധ്യതയുണ്ട്. വാശിയൊന്നും പിടിക്കണമായിരുന്നു. അതെനിക്കറിയില്ല. എനിക്കത് സംബന്ധിച്ചൊരു കാര്യം. ഡൽഹിയാണ്, അതൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഡൽഹിയാണ് ആ തീരുമാനം എടുക്കേണ്ടത്, ഞങ്ങളല്ല തീരുമാനം. ഞങ്ങളാണെങ്കിൽ അത് എടുക്കുമല്ലോ, നമ്മളിവിടെ എടുക്കുമല്ലോ ഒരു തീരുമാനം. ഞങ്ങളല്ല എടുക്കേണ്ടത്. MPമാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വരട്ടെ, നമ്മൾ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ടല്ലേ നമുക്ക്